Hello, dears. Warm welcome to the 7th standard English textbook. Today, I would like to teach you, we would like to discuss a poem, Foreign Lands. That's in the second unit. And you know the unit name is Imagination, and there is a first poem named as Foreign Lands. ഫോറിൻ ലാൻഡ്സ് എന്നുള്ള ഈ കവിത എഴുതിയിട്ടുള്ളത് വളരെ പ്രസിദ്ധനായിരുന്ന റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് പറയുന്ന സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള കവിയാണ്. സോ വിത്തൗട്ട് ഫർദർ എക്സ്പ്ലനേഷൻ വി ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ പോം. ആദ്യത്തെ 4 വരി ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് മീനിങ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം, വിശദമായിട്ട് പഠിച്ചിട്ട് പോകാം. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. Yes, first of all, you note down that this is a poem written with the perspective of a child. ഒരു കുഞ്ഞു മനസ്സിന്റെ ചിന്തയിൽ നിന്ന് വേണം ഈ കവിതയെ നമ്മൾ ആസ്വദിക്കാനായിട്ട്. അപ്പോൾ മാത്രമേ ഈ കവിതയ്ക്ക് ആസ്വാദനം പൂർണ്ണമായിട്ട് ലഭിക്കുള്ളൂ. ബിക്കോസ് ഈ കവിത യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. എന്നാൽ ഒരു ചെറിയ കുഞ്ഞിന്റെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിൽ നിന്ന് ഈ കവിത പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. Up into the cherry tree. Up into the cherry tree. Who should climb but little me? എന്താ അതിന്റെ അർത്ഥം? Up into the cherry tree. ഈ ചെറിയ ട്രീയുടെ മുകളിലേക്ക് who should climb? Who should climb up എന്നാണ്. Who should climb up into the cherry tree but little me? കവി പറയാണ് നമ്മളോട്, the poet says that he is very little one. Little one means he is a very young child, very young, very young child. Okay, maybe a boy or a girl, it doesn't matter. ആണോ പെണ്ണോ എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. But the poet is very small one. അപ്പോൾ പറയാണ് എന്ത്? Up into the cherry tree, who should climb but little me? ഇവിടെ എന്താ ബട്ട് ഉപയോഗിച്ചത്? ബട്ട് ലിറ്റിൽ മീ, എക്സെപ്റ്റ് എന്നാണ് അർത്ഥം, ഒഴികെ, ഞാൻ. സി, ബട്ട് ലിറ്റിൽ മീ മീൻസ് ഈ കുഞ്ഞായ ഞാനല്ലാതെ, ഈ വളരെ ലിറ്റിൽ ആയിട്ടുള്ള ഞാനല്ലാതെ. ഹൂ ഷുഡ് ക്ലൈംബ് അപ്പ് ഇൻ ടു ദ ലിറ്റിൽ ചെറി ട്രീ? ഹൂ ഷുഡ് ക്ലൈംബ് അപ്പ് ഇൻ ടു ദി ചെറി ട്രീ? ഈ ചെറിയുടെ മുകളിലേക്ക് മറ്റാര് കയറാനാണ്? So there we see the naughty and what we can say, the naughtiness of the small children, and they are very brave. They want to know more about, so they are ready to take some risk. So climbing a cherry tree is not an easy task. So കുഞ്ഞെന്ത് ചെയ്തു? I held the trunk with both my hands. I held. The poet or the small boy or girl, the hero, ഈ കവിതയിൽ ഐ എന്ന് പറയുന്ന ആള് ഹെൽഡ്, പിടിച്ചു എന്ന് പറഞ്ഞാൽ ഹെൽഡ്, ഹോൾഡ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹെൽഡ്. മുറുകെ, ഗ്രിപ്ഡ് എന്ന് പറയാം. ദ ട്രങ്ക് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് ദ മെയിൻ ബ്രാഞ്ച്, ദ മെയിൻ സ്റ്റെം ഓഫ് ദ ട്രീ. വിത്ത് ബോത്ത് ഹിസ് ഹാൻഡ്സ്, ഇരു കൈകൊണ്ട് മുറുക്കെ പിടിച്ചു. എന്നിട്ടോ climbed up. Yes, he or she climbed up and started to look abroad on foreign lands. ഇവിടെ അബ്രോഡ്, സാധാരണ അബ്രോഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഫോറിൻ ലാൻഡ്സ് എന്നൊരു മീനിങ് ഉണ്ട്. ഫോറിൻ ലാൻഡ്സ്, അബ്രോഡ്. ഇവിടെ അബ്രോഡിന് സറൗണ്ടിങ്സ് എന്നൊരു മീനിങ് ആണുള്ളത്. അതായത് ലുക്ഡ് അറൗണ്ട്. I looked around on ഫോറിൻ ലാൻഡ്സ്. ഫോറിൻ ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്നതും നമ്മളിപ്പോൾ വലിയ മനുഷ്യര് ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്നതായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഒരു കുഞ്ഞിന് ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്നത് ഒരു ചെറി ട്രീയുടെ മുകളിൽ കയറി നോക്കുന്നത്, ആ ചുറ്റും കാണുന്ന സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം അതിന് ഫോറിൻ ലാൻഡ്സ് ആണ്.
അതിന് വിദേശമായിട്ട് തോന്നും, അതിന് അന്യമായിട്ടുള്ള പ്രദേശങ്ങളായിട്ട് തോന്നും. ഓക്കെ, ലുക്ഡ് അബ്രോഡ്, ലുക്ഡ് അറൗണ്ട് ഓൺ ഫോറിൻ ലാൻഡ്സ്. ഒന്നുകൂടെ, up into the cherry tree who should climb but little me, held the trunk with both my hands and looked abroad on foreign lands. നോക്കൂ ഈ വരികളുടെ ഒരു പ്രത്യേകത. ട്രീ, മീ, ഹാൻഡ്സ്, ലാൻഡ്സ്. ട്രീ, മീ, ട്രീ, മീ, ഹാൻഡ്സ്, ലാൻഡ്സ്, ഹാൻഡ്സ്, ലാൻഡ്സ്. ഈ ഓരോ വരിയിലെയും അവസാനത്തെ ശബ്ദങ്ങൾക്ക് ഒരേപോലെയാണ് ഉച്ചാരണം. നോക്കൂ, ട്രീ, മീ, ഈ, ഹാൻഡ്സ്, ലാൻഡ്സ്. സോ ഇങ്ങനത്തെ ഉച്ചാരണത്തെ നമുക്ക് നിങ്ങൾക്കറിയാലോ, ദേ ആർ കോൾഡ് ആസ് പെയർ. പെയർ, അതിനാണ് ജോഡി എന്ന് പറയാം. എങ്ങനത്തെ ജോഡി? ഉച്ചാരണ ജോഡിയാണത്. സോ അങ്ങനെ നോക്കൂ, ഫസ്റ്റ് ലൈൻ വിത്ത് സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ വിത്ത് ഫോർത്ത് ലൈൻ, ഇവ തമ്മിൽ പെയറിംഗ് ഉണ്ട്. പെയറിംഗ് എന്ന് പറഞ്ഞാൽ ജോഡികളായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ഈ പെയറിങ്ങിന് ഒരു സ്കീം ഉണ്ട്. അതായത് ഇതിനൊരു പ്ലാൻ വെച്ചാൽ നോക്കൂ, ട്രീ, മീ, ഒന്നാമത്തെ രണ്ടാമത്തെ ലൈന് ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് എ എന്ന് പറയാം. അഗെയിൻ എ, നോക്കൂ, ലൈൻ എ ഈസ് റൈംഡ് വിത്ത് അഗെയിൻ ലൈൻ ബി. സോ യു കനോട്ട് സേ ദിസ് ഈസ് ബി, ബട്ട് ദിസ് ഈസ് എ. ഈ രണ്ട് ലൈനുകളും നമുക്ക് ഇങ്ങനെ പറയാം, എ. ആൻഡ് നോക്കൂ, ഇനി ഹാൻഡ്സ് ആൻഡ് ലാൻഡ്സ്, മൂന്നാമത്തെ നാലാമത്തെ വരികള് ഹാൻഡ്സ് ആൻഡ് ലാൻഡ്സ്. സോ ഇവ തമ്മിലും എന്തുണ്ട്? പെയറിംഗ് ഉണ്ട്. സോ എ കഴിഞ്ഞാൽ പിന്നെ ബി പി, ഇവ രണ്ടും ബി പി, ഇത് രണ്ടും എ. മൊത്തത്തിൽ ഈ കവിത തീരുന്നത് വരെ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഈ കൂടുതൽ പറയേണ്ടതില്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്ര ഈസി ആയിട്ട് ഞാനത് പറഞ്ഞു തന്നു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസിലേക്ക് പോവാം. ഐ സോ ദ നെക്സ്റ്റ് ഗാർഡൻ ലൈ adorned with flowers before my eye, and many pleasant places more that I had never seen before. I saw the next door garden lie. The poet saw. കവി കാണാണ് എന്ത്? നെക്സ്റ്റ് ഡോർ. എവിടെയാണ്? വേർ ഇസ് ദ പോയിന്റ് നൗ? നൗ ഹി ഈസ് in the cherry tree. He is sitting on a branch, or he is standing there and looking around on foreign lands. So what does he first notice? ആദ്യം അയാൾ എന്താണ് നോട്ടീസ് ചെയ്യുന്നത്? He saw, കണ്ടു. The next door garden lie. അടുത്ത next door, neighbors. Next door means neighboring. garden lie ചെയ്യുന്ന കണ്ടു. എന്താണ്? നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ അല്ലെ തൊട്ടടുത്ത സ്ഥലത്തുള്ള ഒരു ഉദ്യാനം കാണാണ്. ലൈ മീൻസ് കിടക്ക. ഓക്കെ, ലൈങ് ദർ, ഒരു എന്താണ്? ഉദ്യാനം അവിടെ കിടക്കുന്ന കണ്ടു. എങ്ങനത്താണ്? അഡോൺഡ് മീൻസ്, what is adorned? Decorated or well arranged with flowers. Yes, and flowers. And ഇത് കൂടാതെയോ, ബിഫോർ മൈ ഐ ആൻഡ് യെസ്, ബിഫോർ മൈ ഐ, എന്റെ കണ്ണുകൾക്ക് മുമ്പിലായിട്ടാണ് ഈ കാഴ്ചകളൊക്കെ. ആൻഡ് അഗെയിൻ ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ അഡോൺഡ്, ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ. ആൻഡ് മെനി പ്ലേസസ്, മെനി പ്ലസന്റ്. പ്ലസന്റ് മീൻസ് വെരി വെരി ബ്യൂട്ടിഫുൾ ടു സീ. മനോഹരമായുള്ള കാഴ്ചകൾ, മനസ്സിന് ഇമ്പം ഉണ്ടാക്കുന്ന കാഴ്ചകൾ. ആൻഡ് മെനി pleasant places more that I had never seen before. അത് മുമ്പ് the poet hadn't seen, കണ്ടിട്ടില്ലായിരുന്നു മുമ്പ് കാണാത്ത പ്ലസന്റ് പ്ലേസസും കണ്ടു. അപ്പൊ ആദ്യത്തെ കാഴ്ചകളെ കുറിച്ച് എന്താ പറയുന്നത്? നോക്കൂ, the poet saw the next door garden, and this next door garden is beautifully arranged with the flowers. And again many other pleasant places he saw, and those places he hadn't seen before, മുമ്പ് കണ്ടിട്ടില്ല. ഇനി നോക്കാം, വീണ്ടും ദൂരേക്ക് നോക്കാണ് കേട്ടോ. I saw the dimpling river pass. And the sky's blue looking glass. The dusty roads go up and down with people tramping into town.
I saw the dimbling river pass and be the sky's blue looking glass, and the dusty roads go up and down with people tramping into town. എന്തൊക്കെയാ മൂന്നാമത്തെ സ്റ്റാൻസയിലെ കാഴ്ചകൾ എന്തൊക്കെയാ? സോ ദ ഡിംബ്ലിംഗ് റിവർ പാസ്, ഒരു നദി ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടു. Then that river is dimbling. What is the dimbling? Dimple എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? നമ്മൾക്ക് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾ നോക്കിയാൽ ചില ആളുകൾക്കൊക്കെ മുഖത്ത് നുണക്കുഴി ഉണ്ടാവും. അതൊരു കുഴിയാണ്, ചെറിയൊരു കുഴി പോലെ. അപ്പോ അതുപോലെയുള്ള, ബിക്കോസ് ദ റിവർ ഈസ് ഫ്ലോയിങ് ഫാസ്റ്റ്. അപ്പോ നദികൾ വളരെ വേഗത്തിൽ ഒഴുകുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ ചുഴികൾ ഉണ്ടാവും. They are rounding and making a pit-like, a rounding pit-like. So അതിനാണ് I saw the dimbling river past എന്ന് പറഞ്ഞിരിക്കുന്നത്. What is the speed of the river? Very fast. And ഇതെന്തായിരിക്കാം? ലൈക്ക് ബി ആയിരിക്കുകയാണ്. എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. അതെന്താണ്? ഈ റിവറും സ്കൈയും കൂടെ ഇവിടെ എന്താണെന്ന് തട്ടിച്ചു നോക്കിയിട്ടുള്ളത്. The river is just like a mirror. Looking glass means mirror. ഈ റിവർ ഒരു കണ്ണാടി പോലെയാണ്. എന്തിന്റെ? സ്കൈസ് ബ്ലൂ, നീലാകാശത്തിന്റെ. സ്കൈസ് ബ്ലൂ മീൻസ് ബ്ലൂ സ്കൈസ്. സി, ബ്ലൂ സ്കൈയുടെ ലുക്കിംഗ് ഗ്ലാസ് പോലെയാണിത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിവറിൽ നമുക്ക് എന്ത് കാണാം? ദ റിവർ വാട്ടർ ഈസ് സോ നൈസ്. So what is it? So beautiful and very clear, and so the sky is reflected there in the water. നോക്കൂ, ആകാശം ജലത്തില് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആകാശം നോക്കണമെന്നില്ല, ആകാശത്തെ എവിടെ കാണാം? ദ ഡിംബ്ലിംഗ് റിവറിൽ കാണാം. പിന്നെ അടുത്ത കാഴ്ചയിലേക്ക് പോവാണ്. The dusty roads go up and down. തലങ്ങും വിലങ്ങുമായിട്ട് കടന്നു പോകുന്ന ഡസ്റ്റി റോഡ്സ്, വില്ലേജ് റോഡ്സ് ആണ് ഡസ്റ്റി റോഡ്സ് എന്ന് പറയുന്നത്. വില്ലേജ് റോഡ്സ്, they are full with dust. So they go up and down. Up and down means അങ്ങും ഇങ്ങും കടന്നു പോകുന്നു. With people, see, these roads are there. You can see some people tramping, walking into town. So people walking into town. അവർ ഓരോ സാധനം വാങ്ങിക്കാനോ കച്ചവടത്തിനോ ഒക്കെ ആയിട്ട് they are walking into town. അപ്പോൾ റോഡ്സ് കാണുന്നു, റോഡിൽ നിറയെ റോഡിൽ ആളുകളെ കാണുന്നു. ഓക്കെ, tramping means walking into town. I saw the dimbling river pass and be the sky's blue looking glass. The dusty roads go up and down with the people tramping into town. ഇതാണ് അടുത്ത കാഴ്ച. ഇനിയും കാഴ്ചകൾ തീരുന്നില്ല. ഇനി നോക്കൂ, if I could find a higher tree farther and farther, I should see to where the grown-up river slips into the sea among the ships. ഇവിടെ കവിയുടെ ഒരു ആഗ്രഹമാണ് പറയുന്നത്. If I could find a higher tree. ഇപ്പൊ ഒരു ചെറിയ ട്രീയുടെ മുകളിലാണ്. That is, the poet thinks that is a small one, not so high. ഇപ്പൊ കയറിയിരിക്കുന്ന വലിയ ഉയരമില്ലാത്തതാണ്. പക്ഷേ അവിടുന്ന് നോക്കുമ്പോൾ അതിന് ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കവി ആഗ്രഹിച്ചു പോവാണ്. എന്താണ്? വിഷ് ഇഫ് he or she could find a higher tree. ഒരു ഉയർന്ന മരമായിരുന്നെങ്കിലോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നാച്ചുറലി he or she should see, കാണാമായിരുന്നു. എന്ത്? farther and farther. Far means ദൂരെ, farther means again and again, far and far away. Farther and farther means ഇനിയും ദൂരേക്ക് കാണാൻ കഴിയുമായിരുന്നു. To where, അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ കാണുമായിരുന്നു? Then I could see, കാണാൻ കഴിയുന്നത് where the grown up river slips. എങ്ങോട്ടാണ്? grown up river. എന്താണ് യങ് റിവർ, ഗ്രോൺ അപ്പ് റിവർ എന്നൊക്കെ പറഞ്ഞാല്? അപ്പൊ വളർച്ചയുള്ള നദി, ഏജ്ഡ് ആയിട്ടുള്ള നദി എന്ന് പറഞ്ഞാൽ എന്താണ്? That's near to the sea. ഒരു നദി കടലിലേക്ക് എത്താനാകുമ്പോൾ അതിന് വീതി കൂടി ഒഴുക്കെല്ലാം കൂടി വിശാലമാവുന്നതിനാണ് ഗ്രോൺ അപ്പ് റിവർ എന്ന് പറയുന്നത്. അത് ഒരു മൗണ്ടൈനിയസ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അത് നേരോ ആയിരിക്കും, അല്ലെ? അത് നമ്മൾ
യങ് റിവർ എന്ന് പറയും, അല്ലെ യങ് റിവർ എന്ന് പറയും. സോ ദിസ് ഈസ് എ ഗ്രോൺ അപ്പ് റിവർ. സോ ദ പോയറ്റ് വിഷ്, പോയറ്റിന് കാണാൻ കഴിയുമായിരുന്നു എന്ത്, ഫാർദർ ആൻഡ് ഫാർദർ പ്ലേസസ്, ദൂരെയുള്ള സ്ഥലങ്ങൾ. അഗെയിൻ എന്താണ്, സി ഒരു നദി കാണുന്നുണ്ട്, എന്നാൽ ആ നദി ദൂരേക്ക് പോയിട്ട് അത് കടലിൽ ചേരുന്നത് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഓക്കെ, ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, വലിയൊരു മരം കയറുകയായിരുന്നെങ്കിൽ, or if I were on such a tree, then farther and farther I should see. പിന്നെയും പിന്നെയും ദൂരേക്ക് എനിക്ക് കാണാമായിരുന്നു. To where, എവിടേക്ക്, the grown up river slips, സ്ലിപ്പ് ചെയ്യുന്നു. എന്താ, പതുക്കെ തെന്നി മറ്റൊരിടത്തേക്ക് മറയുന്നതാണ്. എങ്ങട്ടാ, സ്ലിപ്സ് ഇൻ ടു ദ സീ, കടലിലേക്ക് ചേരുകയാണ്. ജോയിൻ ദ സീ, അതെവിടെയായിരിക്കും, എമംഗ് ദ ഷിപ്സ്, ആ ഭാഗത്ത് ധാരാളമായിട്ട് കപ്പലുകൾ ഉണ്ടാവും. സോ ധാരാളം കപ്പലുള്ള ആ ഭാഗത്ത് നദി കടലിലേക്ക് പതുക്കെ സ്ലിപ്പ് ചെയ്യുന്നത് എനിക്ക് കാണാമായിരുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നെങ്കിൽ, ഇപ്പൊ കാണുന്നുണ്ടെന്നാണോ? അല്ല. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, ഇപ്പൊ അതില്ല. അപ്പോൾ ആഗ്രഹങ്ങളാണ്, ഈ കുഞ്ഞിന്റെ ആഗ്രഹങ്ങൾ എവിടെയും നിൽക്കുന്നില്ല. സോ ഇമാജിനേഷൻ, അതിന്റെ ഭാവനയ്ക്ക് യാതൊരു അതിരുമില്ല. പിന്നെയും ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാമായിരുന്നു, പുതിയ പുതിയ കാഴ്ചകൾ കാണാമായിരുന്നു എന്നുള്ള ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു ത്രസ്റ്റ്, മനസ്സിന്റെ ഒരു വെമ്പൽ, ഒരു 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 എന്താണ്, ഒരു തള്ളിച്ച, എ പുഷ്, വാണ്ട് ടു സീ മോർ ആൻഡ് മോർ. അപ്പോ എക്സ്പ്ലോർ ചെയ്യാനുള്ള, കണ്ടെത്താനുള്ള, ഡിസ്കവർ ചെയ്യാനുള്ള ഒരു കുഞ്ഞിന്റെ ജെന്യൂൻ ആയിട്ടുള്ള, നൈസർഗികമായുള്ള കഴിവുകളെ കുറിച്ചാണ് ഈ കവിത നമ്മളോട് പറയുന്നത്. ദാറ്റ് ഈസ് ദ മെയിൻ തീം ഓഫ് ദിസ് പോം. Okay, so always the children are excited to see many places. They want to have new experiences. അപ്പൊ ഒരു മരത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കുഞ്ഞു മനസ്സിന്റെ എന്താണ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളെ കുറിച്ചാണ് ഈ കവിത നമ്മളോട് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ, to where the road on either hand lead onward into fairyland. എങ്ങനെയാണെങ്കിൽ എനിക്ക് ഉയരമുള്ള മരത്തിന്റെ മുകളിൽ കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഈ രണ്ട് വരികളുടെ ബാക്കിയാണ് ഇനി പറയുന്ന ഈ രണ്ട് വരികൾ, അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റാൻസിയും. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, ഫാദർ ആൻഡ് ഫാദർ ഐ ഷുഡ് സീ. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, ഐ കുഡ് സീ. ഏതൊക്കെ കാണായിരുന്നു? To where the road on either hand lead onward into fairyland. കുഞ്ഞു മനസ്സിലെ ഈ റോഡ് എങ്ങോട്ടാണ് ചെല്ലുന്നത്? തൊട്ട് താഴെയുള്ള ഡസ്റ്റി റോഡുകളുണ്ട്, അതുപോലെയുള്ള റോഡുകൾ എങ്ങോട്ടാണ് ചെല്ലുന്നതാണ് കുഞ്ഞു മനസ്സ് വിചാരിക്കുന്നത്? ദോസ് roads lead to some fairyland, some beautiful magical landscapes. ഈ റോഡുകളെല്ലാം ചെല്ലുന്നത് ഒരു മാജിക്കൽ ലാൻഡിലേക്കാണ് എന്നാണ് കവി വിചാരിക്കുന്നത്. See both sides, മരത്തിന്റെ ഇരുവശത്തുള്ള either hand, to where the road on either hand, കുഞ്ഞു നിൽക്കുന്നതിന്റെ ഇരുവശത്തുമുള്ള റോഡ് എങ്ങോട്ട് ലീഡ് ചെയ്യുന്നു? എങ്ങോട്ടാണ് അത് നയിക്കുന്നത്? ഇൻടു ഫെയറി ലാൻഡ്. വേർ, അവിടെ കുഞ്ഞിന് ഉയരത്തുള്ള മരത്തിലായിരുന്നെങ്കിൽ എന്ത് കാണായിരുന്നു? ഈ ഫെയറി ലാൻഡിലേക്ക് പോകുന്ന റോഡ് കാണാമായിരുന്നു. അതുപോലെ തന്നെ ഫെയറി ലാൻഡിന്റെ പ്രത്യേകത എന്താണ്? അവിടെ വേർ, എവിടെ എന്നല്ല, അവിടെ all the children dine at 5. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. 5 മണിയാകുമ്പോഴേക്ക് all the children in fairyland they dine. അവരെന്ത് ചെയ്യാൻ തുടങ്ങും? ഡൈൻ ചെയ്യാൻ തുടങ്ങും. ഡിന്നർ, ഹാവിംഗ് ദർ ഡിന്നർ. They will have their nice food. And after, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ, and all the children will play with their playthings. Then all the playthings come alive. After 5, the poet can see in this fairyland what does he see? എന്ത് കാണും? All the playthings come alive. Then all the playthings start to come alive. അതോടുകൂടി എല്ലാ കളിപ്പാട്ടങ്ങളും, all the playthings come alive. എങ്ങനെയാണ്? After the food, the children will become very active and they would like to
play with many toys, dolls, etc. And this is a magical land, so everything will be wonderful. ഓ, അങ്ങനെയൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കവി എന്ത് ചെയ്തു? ആഗ്രഹിച്ചു പോവാണ്. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ. സോ കുറച്ച് കാഴ്ചകളും കുറെ ഇമാജിനേഷനും നിറഞ്ഞുള്ള ഒരു മനോഹരമായുള്ള കവിതയാണ് എന്ത്? Foreign Lands by Robert Louis Stevenson. Okay. Now we have some questions here. So this is about the profile of this great poet. He lived only up to 44 years. വെറും 44 വയസ്സ് മാത്രമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ആ കാലത്ത് ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കവിതകളും അതുപോലെ തന്നെ ട്രാവലോഗ്സും ഒക്കെ എഴുതാൻ കഴിഞ്ഞുള്ള ഒരു ഒരു കവിയായിരുന്നു റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. Okay, now let us discuss about these questions and answers. What does the poet mean by looked abroad on foreign lands? See, what does the poet mean by looked abroad? പറഞ്ഞു കഴിഞ്ഞു. ലുക്ഡ് അബ്രോഡ് മീൻസ്, സി ആ സ്റ്റാൻസിൽ നമുക്ക് ഒന്നുകൂടെ പോയാൽ വ്യക്തമാവും എന്താണ്. ഓക്കെ, ആൻഡ് ദ പോയറ്റ് ലുക്ഡ് അറൗണ്ട് ഓൺ ഫോറിൻ ലാൻഡ്സ്. ദാറ്റ് മീൻസ് unknown terrain. Unknown terrain means unknown places, strange places. The poet wanted to see. He could see strange places that he never saw. ഇതുവരെ കാണാത്ത സ്ട്രേഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ unknown terrains or places he could see. How was the child able to see places never seen before? എങ്ങനെ? climbing up into the cherry tree. ആ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് വാട്ട് ഡിഡ് ദ ചൈൽഡ് സീ ഫ്രം ദ ട്രീ? എന്തൊക്കെയാണ് കാണുന്നത്? രണ്ടാമത്തെ സ്റ്റാൻസയിലും മൂന്നാമത്തെ സ്റ്റാൻസയിലും കാണുന്നുണ്ട്. നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Why does the poet say the river is the sky's blue looking glass? Because of the water is very clear in the river, and when the poet looked at the river, he or she could see the sky there in the sea, in the river. ഏതുപോലെ? See, here the river is the looking glass. റിവർ ഇവിടെ ഒരു എന്താണ്? ലുക്കിംഗ് ഗ്ലാസ് ആണ്. അതുകൊണ്ട് ഈ ലുക്കിംഗ് ഗ്ലാസ്സിൽ എന്ത് കാണാം? The sky is reflected. Because അപ്പോ how clear and how crystal clear is the river water? How pure is that river water? അതാണ് അവിടെ കാണിക്കുന്നത്. Okay. What does the poet mean by grown up river? The grown up river എന്ന് പറഞ്ഞാൽ I told you, grown up means where the river wants to join. The river is grown up when it reaches very near to the sea. Then it is very broad and very fast, and there will be dimples everywhere. Okay, yes. And what would the child be able to see? How would the child be able to see the sea and ships? ഷിപ്സും സീയും ഒക്കെ എങ്ങനെയായാലാണ് കുട്ടിക്ക് കൂടുതൽ കാണാൻ കഴിയുക? എങ്ങനെയാ പറയുന്നത്? ഇഫ് ഹി കുഡ് ക്ലൈംബ് അപ്പ് ഹയർ ട്രീ, ഇനിയും വലിയ മരത്തിൽ കയറണം, ഇതിനേക്കാളും വലിയ ചെറിയ ട്രീയിൽ കയറണം. ഓക്കെ, ഓക്കെ. Then what does the child expect to find in fairyland? ഫെയറി ലാൻഡിൽ എന്തൊക്കെയാണ് കാണുക? ഫെയറി ലാൻഡിൽ എന്തൊക്കെയാ കാണുന്നത്? The children dine at 5 and after that all the playthings come alive. എല്ലാ കളിപ്പാട്ടങ്ങളും കോപ്പുകളും ഒക്കെ സ്വയമേ സജ്ജമായി വരുന്ന ഒരു മാജിക്കൽ വേൾഡ്. That is very fantastic to see. And yes, when do playthings come alive? After 5. After
after after the children dine at 5, the plaything come alive. Okay, dears. ഇനി നമുക്ക് ഈ കവിത വിശദമായിട്ട് നിങ്ങളൊന്ന് ചൊല്ലി പഠിക്കുക. ഓക്കെ, ദിസ് ഇസ് എ വെരി ഫാന്റാസ്റ്റിക് poem. ആൻഡ് നമുക്ക് അടുത്ത ലെസണിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.